നെക്സ്റ്റ് മൊഡ്യൂള് ചാപ്റ്റർ 6 ഫോറിയർ സീരീസ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് ഫോറിയർ സീരീസിൻ്റെ കുറേ കാര്യങ്ങൾ, ഫോറിയർ സീരീസ് വെച്ചിട്ട് നമുക്ക് ഓരോ ഫംഗ്ഷൻ എക്സ്പ്രസ് ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളതിൽ പഠിക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിലാണ് ഫോറിയർ സീരീസിൻ്റെ ഡെഫിനീഷൻ പിന്നെയും പറയാം. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എന്താണ് ഫോറിയർ സീരീസ് എന്ന് അറിയണം. സോ എ സീരീസ് ഓഫ് ദ ഫോം എ നോട്ട് ഡിവൈഡഡ് ബൈ 2 പ്ലസ് സമ്മേഷൻ എം റേഞ്ച് ഫ്രം 1 to infinity am ഇൻറ്റു കോസ് എം പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ പ്ലസ് ബി എം സൈൻ എം പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഫോമിലുള്ള സീരീസിനെയാണ് നമ്മൾ ഫോറിയർ സീരീസ് ഫോർ എ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫോറിയർ സീരീസ് ഫോർ എഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു ഗിവൺ ഫംഗ്ഷനെ ഒരു സീരീസ് ഓഫ് ഈ സീരീസിൻ്റെ ഫോമിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫോറിയർ സീരീസ് എന്ന് പറയുക. അതായത് സൈനിൻ്റെയും കോസിൻ്റെയും ടേംസിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യണതിന്. ഓക്കെ, അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന സെക്ഷനുകളിൽ പഠിക്കാം. ഇപ്പോൾ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് എന്താണ് ഒരു പീരിയോഡിക് ഫംഗ്ഷൻ എന്ന്. അടുത്ത സെക്ഷൻ 1 എന്ന് പറയുന്നത് പീരിയോഡിക് ഫംഗ്ഷൻസ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് പീരിയോഡിക് ഫംഗ്ഷൻ, എന്താണ് പീരിയോഡിക് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എന്ന് നമുക്കറിയണം. സോ അതാണ് ഇവിടെ പറയുന്നത്. എ ഫംഗ്ഷൻ എഫ് ഈസ് സെറ്റ് ടു ബി periodic with a period t greater than 0 if the domain of f contains x plus t whenever it contain x and if f of x plus t is equal to f of x എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത് പീരിയോഡിക് വിത്ത് പീരീഡ് ടി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴും പീരീഡ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഓക്കെ, ആ ഒരു കാര്യം ആലോചിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു ഫംഗ്ഷൻ്റെയും പീരീഡ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഡൊമെയിൻ ഓഫ് എഫ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ടി കണ്ടെയ്ൻ ചെയ്യുന്നത്, അതായത് എക്സ് ഡൊമൈൻ. ഇപ്പം നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന ഡൊമൈനിൽ എക്സ് ഉണ്ടെങ്കിൽ ആ എക്സ് പ്ലസ് ടി എന്ന് പറയുന്നതും ആ ഡൊമൈനിൽ ഉണ്ടായിരിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. ആൻഡ് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡും ചെയ്യണം. എഫ് ഓഫ് എക്സ് പ്ലസ് ടി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഡെഫിനീഷൻ. ഇപ്പം ഇങ്ങനെ ഡെഫിനീഷൻ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടായിരിക്കും. സോ ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പിൽ പോവുകയാണെന്ന് വിചാരിച്ചു. ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ പോവുകയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാഫിന്, ഇങ്ങനെയുള്ള ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് പറയുക, പീരിയോഡിക് ഗ്രാഫ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പം നമുക്കിവിടെയൊക്കെ ഇങ്ങനെ ഓരോ ഇൻ്റർവെൽ ഉണ്ടായിരിക്കും. അതായത് ഇത്രയും പോർഷൻ, ഇപ്പോൾ ഇതാണ് ഒരു ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും എന്ത് തന്നെയാണ്, ഇതിങ്ങനെ ഇതേ ഫോമിൽ നമ്മൾ എന്ത് ചെയ്യാണ്, റിപ്പീറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിനെയാണ് മാത്തമാറ്റിക്കലി ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. എഫ് ഓഫ് എക്സ് പ്ലസ് ടി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫോമിൽ നമുക്ക് വരണം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾ പറയുന്നതാണ് പീരിയോഡിക് വിത്ത് ദ പീരീഡ് ടി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഒരു എക്സാമ്പിൾ കൂടി ഞാൻ കാണിച്ചു തരാം. ഗ്രാഫ് എന്ന് വരയ്ക്കുമ്പോൾ ഇത് ഈ ഒരു ഫംഗ്ഷൻ ഞാനിവിടെ ബ്രേക്ക് ചെയ്തതാണെങ്കിൽ ഇതുവരെ ഒരു ഫോമാണ്, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ഓരോ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ഗ്രാഫ് ഇങ്ങനെ അതേ ഷേപ്പിൽ റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പീരിയോഡിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു, അപ്പോൾ എന്താണ് ഒരു പീരിയോഡിക് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനിഷൻ ഇവിടുന്ന് മുതൽ ഇവിടം വരെയാണ്. എ ഫംഗ്ഷൻ എഫ് ഈസ് സെറ്റ് ടു ബി പീരിയോഡിക് വിത്ത് പീരീഡ് ടി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇഫ് ദ ഡൊമൈൻ ഓഫ് എഫ് കണ്ടെയ്ൻ എക്സ് പ്ലസ് ടി വെൻ എവർ ഇറ്റ് കണ്ടെയ്ൻസ് എക്സ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ് പ്ലസ് ടീനെയും കണ്ടെയ്ൻ ചെയ്യണം. ആൻഡ് എഫ് ഓഫ് എക്സ് പ്ലസ് ടി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഏതെങ്കിലും ഒരു എക്സിനെ സാറ്റിസ്ഫൈ ചെയ്താൽ മതിയോ, പോരാ. ഫോർ എവറി റിയൽ വാല്യൂ ഓഫ് എക്സ്, ഏതൊരു റിയൽ വാല്യൂ എക്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അതിനെന്ന് പറയുന്നത് ഇത് എന്തായിരിക്കണം, ട്രൂ ആയിരിക്കണം. അത്തരം കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ഇനി നമ്മൾ പറയുന്നതാണ് ഒരു പീരിയോഡിക് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ പറയുന്നത്. ചോദിക്കാനൊക്കെ ഉള്ള സാധ്യതയുള്ള കാര്യങ്ങളാണ്. ലെറ്റ് എഫ് ബി എ ഫംഗ്ഷൻ വിത്ത് പീരീഡ് ടി ആണ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വിത്ത് പീരീഡ് ടി ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനീഷൻ പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും, എഫ് ഓഫ് എക്സ് പ്ലസ് ടി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും, എഫ് ഓഫ് എക്സ് എന്ന് പറയാൻ പറ്റും. ഫോർ എവറി റിയൽ വാല്യൂസ് ഓഫ് എക്സ്, ഏതൊരു റിയൽ വാല്യൂസ് ഓഫ് എക്സ് എടുത്താലും നമുക്കത് ശരിയാവുമെന്ന് പറയും. അപ്പോൾ ഇനി നിങ്ങൾ നോക്കിക്കേ, എഫ് ഓഫ് എക്സ് പ്ലസ് 2t നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. നമ്മളൊരു ജനറൽ റിസൾട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് 2t നമ്മൾ എടുത്തു. അതിന് നമുക്ക് ഇങ്ങനെ എഴുതിക്കോടെ, എഫ് ഓഫ് എക്സ് പ്ലസ് ടി എന്ന് പറയുന്ന ഫോമിൽ എഴുതിക്കോടെ. ഓക്കെ, അപ്പോൾ നമുക്ക് പറയുന്നതാണ്, നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ഗിവൺ ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത് പീരിയോഡിക് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എക്സിന് പകരം നമ്മളിവിടെ എന്ത് ചെയ്യാണ്, എക്സ് പ്ലസ് ടി എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ്
ടി എന്ന് എഴുതിക്കോടെ. ഓക്കെ, ഒന്നുമില്ല. നമ്മൾ ഈ ഒരു ഇവിടെ ഈ കിട്ടിയിരിക്കുന്ന എഫ് ഓഫ് എക്സ് പ്ലസ് ടി എന്ന് പറയുന്നത് ഈ ഒരു ഫംഗ്ഷൻ, ഈ ഒരു ടേമിൽ എക്സിന് പകരം എക്സ് പ്ലസ് ടി റീപ്ലേസ് ചെയ്ത് എഴുതിയ മാതിരിയാണ്. അതിന് വരുമ്പോൾ നമുക്ക് ഇതിനെ എന്ത് എഴുതാൻ പറ്റും? എഫ് ഓഫ് എക്സ് പ്ലസ് ടി എന്ന് എഴുതാൻ പറ്റും. ഇനി വീണ്ടും നമുക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് ടി സീക്കോട്ട് എന്താണെന്ന് അറിയാം, എഫ് ഓഫ് എക്സ് എന്ന് അറിയാം അല്ലേ. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് എക്സ് പ്ലസ് 2t സീക്കോട്ട് നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് എക്സ് എന്ന് കിട്ടിപ്പോയി. ഓക്കെ, അപ്പോൾ ഇനി അതേമാതിരി നമ്മൾ എന്ത് പറയാണ്, അങ്ങനെ ജനറലി നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് 3t എന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ സീക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഓഫ് എക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി എഫ് ഓഫ് എക്സ് പ്ലസ് 40 എന്ന് പറഞ്ഞാലും വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇതേമാതിരി നമ്മൾ ചെയ്താൽ മതി. അതിന് ജനറലി നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഓഫ് എക്സ് പ്ലസ് എൻ ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോർ എവറി വാല്യൂസ് ഓഫ് എക്സ് എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഒരു ഫംഗ്ഷൻ്റെ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന് 2tയും 3tയും 40 ഒക്കെ എന്തായിരിക്കും? അതിൻ്റെ പീരീഡ് ആയിരിക്കും എന്ന് പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ എത്രയും ഉണ്ടായിരുന്നു. നമുക്ക് ഒരു റിസൾട്ട് എഫ് ഓഫ് എക്സ് പ്ലസ് എൻ ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നതാണ്. പിന്നെ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ പീരീഡ് ടി ആയിരുന്നു എങ്കിൽ, എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മുടെ കയ്യിലുണ്ട്, ആ ഫംഗ്ഷൻ്റെ പീരീഡ് ടി ആയിരുന്നെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ പീരീഡ് തന്നെ ആയിരിക്കും ഏത് എന്ന് പറയുന്നത്? 2t എന്ന് പറയുന്നത്, 3t എന്ന് പറയുന്നത്, 4t എന്ന് പറയുന്നത്, 10t എന്ന് പറയുന്നത്, അതുമാതിരി തന്നെ 25t എന്ന് പറയുന്നത്, അങ്ങനെ ഏതൊരു വാല്യൂസ് ഓഫ് ടിക്ക് നമുക്ക് എന്തായിരിക്കും? ആ ഫംഗ്ഷൻ്റെ പീരീഡ് തന്നെയായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ പുതിയൊരു ഡെഫിനിഷൻ പറയാൻ പോവുകയാണ്, ഫണ്ടമെൻ്റൽ പീരീഡ് ഓഫ് എഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം എന്താണ് ഫണ്ടമെൻ്റൽ പീരീഡ് ഓഫ് എഫ് എന്നാണ് നമ്മൾ പറയുമ്പോൾ, ദ സ്മാളസ്റ്റ് വാല്യൂ ഓഫ് ടി for which f of x plus t is equal to f of x for all real values of x is called fundamental period of f എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ പീരീഡ് ഓഫ് എഫ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താ പറയണത്? ഒരു ഫംഗ്ഷൻ എഫിൻ്റെ ഫണ്ടമെൻ്റൽ പീരീഡ് എന്ന് പറയണമെങ്കിൽ, അതായത് ഏറ്റവും ചെറിയ വാല്യൂ, അതായത് ടീൻ്റെ ഏറ്റവും ചെറിയ വാല്യൂ, ആ വാല്യൂവിന് എന്തായിരിക്കണം? എഫ് ഓഫ് എക്സ് പ്ലസ് ടി സീക്വൽ ടു എഫ് ഓഫ് എക്സ് ആയിരിക്കണം. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫണ്ടമെൻ്റൽ പീരീഡ് ഓഫ് എഫ് എന്ന് പറയുന്നത്. ഓക്കെ, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷൻ്റെ പീരീഡ് ടി ആണെങ്കിൽ 2t എന്ന് പറയണം, 3t 4t ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് എന്തായിട്ട് വരും? പീരീഡ് ആയിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള സ്മാളസ്റ്റ് ആയിട്ടുള്ള ഒരു പീരീഡ് ആയിട്ട് നമുക്ക് പറയുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക? ഫണ്ടമെൻ്റൽ പീരീഡ് എന്ന് പറയാം. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ പീരീഡ് ഞാനൊരു എക്സാമ്പിൾ ഗ്രാഫ് വരഞ്ഞ് കാണിക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ഗ്രാഫ് വരച്ച് കാണിച്ചു നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെയാണ് പാർട്ടീഷൻ ചെയ്തതെങ്കിൽ ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് ഇത് എന്താണോ ടൈം ഇൻ്റർവൽ, ഇതാണ് ഇപ്പോൾ ടി എന്നെടുത്തെങ്കിൽ ഇതൊരു പീരീഡ് ആയിരുന്നു. ഇപ്പോൾ സ്മാളസ്റ്റ് വാല്യൂ ഇനി ഇത് എന്ത് ചെയ്യുന്നുണ്ട്? വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് വരുന്നുണ്ട് അല്ലേ. ഇനി ഞാൻ ഇതിന് പകരം എങ്ങനെ കൺസിഡർ ചെയ്യാണ്? സെയിം ഗ്രാഫ് തന്നെ ഞാൻ ഈ ഒരു ഫോമിലായിരുന്നു, നമുക്ക് ഇങ്ങനെയുള്ള ഫോമായിരുന്നു എങ്കിൽ ഞാൻ ഇവിടുന്ന് മുതൽ ഇതുവരെ കൺസിഡർ ചെയ്യണമെങ്കിൽ പിന്നെ ഇതും അല്ലേ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതായിരിക്കും 2t പീരീഡ് ആദ്യം അല്ലേ. അപ്പോൾ അത് 2t എന്ന് പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ ഏറ്റവും സ്മാളസ്റ്റ് ആയിട്ടുള്ള ടീൻ്റെ വാല്യൂവിന് സെയിം ഫിഗർ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരാം. അങ്ങനെയുള്ള ഏറ്റവും ചെറിയതായിട്ട് വരുന്ന ടി, അതിനെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ ടി എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് എന്താ പറയുക? പീരിയോഡിക് ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു അല്ലേ. ഇപ്പോൾ പീരിയോഡിക് ഫംഗ്ഷൻ എക്സാമ്പിൾസ് പറയണം അല്ലേ. ഇപ്പോൾ പീരിയോഡിക് ഫംഗ്ഷൻസിൻ്റെ എക്സാമ്പിൾ ആണ് പറയുന്നത്. നമുക്ക് സൈൻ ഫംഗ്ഷൻസും കൊസൈൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്, അതായത് സൈൻ എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സും കോസ് എക്സ് എന്ന് പറയുന്നതൊക്കെ എന്താണ്? പീരിയോഡിക് ഫംഗ്ഷൻസ് ആണ്. അവരുടെ പീരീഡ് എന്ന് പറയുന്നത് 2π ആണ് അവരുടെ പീരീഡ്. ഓക്കെ, ഇപ്പോൾ സൈൻ എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കുകയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സൈൻ എക്സിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക അല്ലേ. ഇവിടെ എത്തുമ്പോഴേക്കും എന്തായിരിക്കും? 2π ആയിരിക്കും. ഇവിടെ എന്താ പറയുന്നത്? പൈ ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ സൈൻ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലാണ് വരുന്നത്. ഇവിടുന്ന് മുതൽ ഇതുവരെ ട്രാവൽ ചെയ്യാനുള്ളത് എന്ന് പറയുന്നത് 2π അല്ലേ. അപ്പോൾ ഈ 2π ആണ് ഇതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് അല്ലേ. വീണ്ടും ഒരു 2π എടുക്കുമ്പോഴേക്കും നമുക്കിത് എന്തായിട്ട് മാറും? ഇങ്ങനെ ഗ്രാഫിന് മുന്നോട്ട് പോവുകയാണ് അല്ലേ. അപ്പോൾ ഓരോ 2π കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് പറയുന്നത്? ഈ ഗ്രാഫ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. സോ നമ്മുടെ ഈ സൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നതും കോസ് ഫംഗ്ഷൻ എന്ന് പറയുന്നതുമാണ് പീരിയോഡിക് ഫംഗ്ഷൻ. ഇതേമാതിരി നിങ്ങൾ കോസിൻ്റെ ഗ്രാഫ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് ഇതേമാതിരി മനസ്സിലാവും. ഓക്കെ, അത്രയും കാര്യമാണ്. ഇനി ഈ സൈൻ ഫംഗ്ഷൻ്റെയും കോസ് ഫംഗ്ഷൻ്റെയും ഒക്കെ പീരീഡ് എത്രയാണെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? പീരീഡ് എന്ന് പറയുന്നത് 2π ആണെന്നാണ് പറയുന്നിരിക്കുന്നത്. ഓക്കെ,
ഇനി നമ്മൾ പറഞ്ഞ വേറൊരു കാര്യം കൂടിയാണ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എടുത്തു. നമ്മൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എടുത്താൽ ആ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. പിന്നെ എന്ന് പറയുന്നത് അത് എന്തുകൊണ്ടാണ് അത് പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് പ്ലസ് ടി എന്ന് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ചെയ്യൂലേ. അതായത് നമ്മൾ ഇങ്ങനെ എടുത്തിരുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എഫ് ഓഫ് എക്സ് പ്ലസ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് എന്തേ വരുള്ളൂ, 2a വരുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാണ്ട് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് പീരിയോഡിക് ഫംഗ്ഷനാണ്. പക്ഷേ അതിനെന്തില്ല, കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഹാസ് നോ ഫണ്ടമെൻ്റൽ പീരീഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഒരു സാധ്യത ഉണ്ട് 1 വെയിറ്റേജിന് ക്വസ്റ്റ്യൻ ചോദിക്കാനായിരിക്കും ഫണ്ടമെൻ്റൽ പീരീഡ് ഇല്ലാത്ത ഒരു ഫംഗ്ഷന് എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സി എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻസിന് നമുക്ക് എന്ത് പറയാം, ഫണ്ടമെൻ്റൽ പീരീഡ് ഇല്ലാത്ത, അതായത് നോ ഫണ്ടമെൻ്റൽ പീരീഡ്, അതിന് ഫണ്ടമെൻ്റൽ പീരീഡ് ഇല്ല എന്ന് പറയും അല്ലേ. ഇനി നമുക്ക് അതുമാതിരി പീരിയോഡിക് ഫംഗ്ഷൻ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, സൈൻ ഫംഗ്ഷനും കോസ് ഫംഗ്ഷനും ആണ് അല്ലേ. അപ്പോൾ ഈ സൈൻ ഫംഗ്ഷൻ്റെയും കോസ് ഫംഗ്ഷൻ്റെയും പീരീഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത് 2n പൈ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് അതിൻ്റെ പീരീഡ് വരും. അതായത് 2n പൈ എന്ന് പറയുമ്പോൾ 2 പൈ അതിൻ്റെ ഒരു പീരീഡായിട്ട് വരും, 4 പൈ അതിൻ്റെ ഒരു പീരീഡായിട്ട് വരും, 6 പൈ അതിൻ്റെ പീരീഡായിട്ട് വരും, അങ്ങനെ ഓരോ അതെന്ന് പറയുന്നതൊക്കെ പീരീഡ് ആയിരിക്കും. അപ്പോൾ അതിൽ ഏറ്റവും ചെറിയ പീരീഡ് എന്ന് പറയുന്നത് ഏതായിരുന്നു, ദ സ്മാളസ്റ്റ് വാല്യൂ ഫോർ വിച്ച് എഫ് ഓഫ് എക്സ് പ്ലസ് ടി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി എന്ന് പറയുന്നത് വരുന്നത് ഏതിനായിരുന്നു, 2 പൈ എന്ന് പറയുന്ന വാല്യൂവിനായിരുന്നു വരുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, 2 പൈ എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ പീരീഡ് എന്ന് നമ്മൾ അതിനെ പറയുന്നത്. സോ സൈൻ ഫംഗ്ഷൻ്റെയും കോസ് ഫംഗ്ഷൻ്റെയും പീരീഡ്, ഫണ്ടമെൻ്റൽ പീരീഡ് എന്ന് പറയുന്നത് ഏതായിരുന്നു, 2 പൈ ആയിരുന്നു. അത്രയും കാര്യങ്ങളാണ് നമ്മളവിടെ പഠിക്കാനുള്ളത്. ഇനി നമ്മൾ പറയുന്നതാണ്, അതായത് സൈൻ ആൽഫ എക്സും കോസ് ആൽഫ എക്സും എന്ന് എടുത്തു. അതായത് ആൽഫ എന്ന് പറയുന്നത് ഏതോ ഒരു റിയൽ നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ സൈൻ ആൽഫ എക്സിൻ്റെയും കോസ് ആൽഫ എക്സിൻ്റെയും ഫണ്ടമെൻ്റൽ പീരീഡ് എന്ന് പറയുന്നത് 2 പൈ ബൈ ആൽഫ ആയിരിക്കും. ഓക്കെ, അതൊന്ന് പഠിച്ചു വെക്കണം. അതായത് സൈൻ എക്സും കോസ് എക്സും ആണെങ്കിൽ അതിൻ്റെ ഫണ്ടമെൻ്റൽ പീരീഡ് എന്ന് പറയുന്നത് 2 പൈ ആണ്. സൈൻ ആൽഫ എക്സ് ആൻഡ് കോസ് ആൽഫ എക്സ് എന്നൊക്കെ പറയുന്ന ഫോമിൽ വരികയാണെങ്കിൽ അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 2 പൈ ബൈ ആൽഫ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സൈൻ 3x പീരീഡ് എന്തായിരിക്കും, ഫണ്ടമെൻ്റൽ പീരീഡ് എന്തായിരിക്കും, 2 പൈ ബൈ 3 ആയിരിക്കും അല്ലേ. അപ്പോൾ അതുമാതിരി കോസ് 5x വരുമ്പോൾ അതിൻ്റെ ഫണ്ടമെൻ്റൽ പീരീഡ് എന്തായിരിക്കും, 2 പൈ ബൈ 5 ആയിരിക്കും എന്ന് പറയുന്നത്. അതൊക്കെയാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ പീരീഡ്സിന് എക്സാമ്പിൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കാം. ഇനിയും ഇവിടെ പറഞ്ഞ കാര്യം വരുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് ആൽഫ ഈക്വൽ ടു എം പൈ ബൈ എൽ ആയിരുന്നു എങ്കിൽ നമ്മൾ ആ കോസ് എം പൈ ബൈ എല്ലിൻ്റെ ഫണ്ടമെൻ്റൽ പീരീഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതായത് കോസ് അല്ലേ ഇവിടെ പറഞ്ഞു, ഇപ്പോൾ കോസ് ആൽഫ എക്സ് എന്ന് പറഞ്ഞു. കോസ് ആൽഫ എക്സിൻ്റെ ഫണ്ടമെൻ്റൽ പീരീഡ് ഏതാണെന്ന് പറഞ്ഞാൽ നമ്മൾ 2 പൈ ബൈ ആൽഫ എന്ന് പറഞ്ഞു അല്ലേ. ഇപ്പോൾ ഇവിടെ ആൽഫ ഈക്വൽ ടു നമുക്ക് എം പൈ ബൈ എൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കോസ് എം പൈ എക്സ് ഡിവൈഡഡ് ബൈ എല്ലിൻ്റെ ഫണ്ടമെൻ്റൽ പീരീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ വരിക, 2 പൈ ഡിവൈഡഡ് by m പൈ വോൾ ഡിവൈഡഡ് ബൈ എൽ എന്ന് വരും അല്ലേ. ഈ എല്ല് മുകളിലോട്ട് പോവും. ഇപ്പോൾ എന്ത് വരും, നമുക്ക് 2 പൈ എൽ ഡിവൈഡഡ് ബൈ എം പൈ എന്ന് വരും. പൈയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, 2 പൈ ബൈ എൽ എന്ന് 2l ബൈ എം എന്ന് കിട്ടും. അതായിരുന്നു നമുക്കവിടെ ഫണ്ടമെൻ്റൽ പീരീഡ് എന്ന് പറയുന്നത് കിട്ടുന്നത്. ഓക്കെ, ഇനി അത്രയും കാര്യങ്ങളാണുള്ളത്. ഇനി നമുക്ക് വേറൊരു റിസൾട്ട് പഠിക്കാനുള്ളത്, ഇഫ് എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ആർ ദ പീരിയോഡിക് ഫംഗ്ഷൻസ് വിത്ത് പീരീഡ് ടി ആണെങ്കിൽ നമ്മളൊരു പുതിയ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക. അതായത് നമ്മുടെ കയ്യിൽ 2 ഫംഗ്ഷൻസ് ഉണ്ട്, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും ഉണ്ട്. 2 ഫംഗ്ഷൻ്റെയും പീരീഡ് എന്ന് പറയുന്നത് ടി ആണ്. അങ്ങനെയാണെങ്കിൽ അതായത് എഫ് ഓഫ് എക്സിൻ്റെയും ജി ഓഫ് എക്സ് എന്ന് പറയുന്ന 2 പീരിയോഡിക് ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷൻ്റെ പീരീഡ് ടി ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു പുതിയ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ് ഇൻ ടേംസ് ഓഫ് എഫ് ആൻഡ് ജി. എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് ബി ഇൻറ്റു ജി ഓഫ് എക്സ് വെർ എ ആൻഡ് ബി ആർ കോൺസ്റ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നതും ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആയിരിക്കും. ആ പീരിയോഡിക് ഫംഗ്ഷൻ്റെ പീരീഡ് എന്ന് പറയുന്നത് ടി ആയിരിക്കും. ഇവിടെ നിന്നൊക്കെ 1 വെയിറ്റിലുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ജി ഓഫ് എക്സ് എന്ന് പറയുന്ന 2 പീരിയോഡിക് ഫംഗ്ഷൻ, അവയുടെ പീരീഡ് എന്ന് പറയുന്നത് ടി ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് ബി ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത ആ പുതിയ ഫംഗ്ഷൻ എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നതും പീരിയോഡിക് ഫംഗ്ഷൻ ആയിരിക്കും. ആ ഫംഗ്ഷൻ്റെ പീരീഡ് എന്ന്
പറയുന്നത് ടി എന്നായിരിക്കും. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ അടുത്തത് പറയുന്നത് ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി ഓഫ് സൈൻ ആൻഡ് കൊസൈൻ ഫംഗ്ഷൻ എന്ന് പറയും. അതായത് നമ്മൾ സൈൻ ആൻഡ് കൊസൈൻ എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷൻ്റെ ഓർത്തോഗണാലിറ്റിയാണ് ഇനി നമ്മൾ പറയുന്നത്. സോ എന്താണ് അവിടെ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡെഫിനിഷൻ വേണം. രണ്ട് ഡെഫിനിഷൻസ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. സോ ദ സ്റ്റാൻഡേർഡ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് യു ആൻഡ് വി ഓഫ് ടു റിയൽ ഫങ്ഷൻസ് യു ആൻഡ് വി ഇൻ ദ ഇന്റർവൽ ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ ഈസ് ഡിഫൈൻഡ് ബൈ യു വി ഇന്നർ പ്രോഡക്റ്റ് യു വി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റ യു ഓഫ് എക്സ് ഇൻറ്റു വി ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത്. അതായിരുന്നു നമ്മൾ സ്റ്റാൻഡേർഡ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് ടു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക, ഡിഫൈൻ ദ സ്റ്റാൻഡേർഡ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് ടു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് എഫ് ആൻഡ് ജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? യുക്കും വിക്കും പകരം എഫും ജിയും എന്ന് റീപ്ലേസ് ചെയ്തിട്ട് എഴുതി കൊടുക്കണം. അല്ലാതെ ഇങ്ങനെയും ചോദിക്കാം, ഡിഫൈൻ ദ സ്റ്റാൻഡേർഡ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് ടു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് യു ആൻഡ് വി എന്ന് പറഞ്ഞാലും നമ്മുടെ ഡെഫിനിഷൻ എന്താണ്? The standard inner product of u and v of two real valued functions u and v on the interval alpha less than or equal to x less than or equal to beta is defined by inner product u v is equal to integral alpha to beta u of x into v of x dx എന്ന് പറഞ്ഞത്. ഓക്കെ, അതായിരുന്നു ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഡെഫിനിഷൻ പറയുന്നത് ദ ഫംഗ്ഷൻ ഓർത്തോഗണൽ. എപ്പോഴാണ് രണ്ട് ഫംഗ്ഷൻസ് ഓർത്തോഗണൽ എന്നുള്ളതിൻ്റെ ഡെഫിനിഷനാണ് പറയുന്നത്. The functions u and v are said to be orthogonal on the interval alpha less than or equal to x less than or equal to beta if their inner product on the interval is 0 എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം രണ്ട് ഫംഗ്ഷൻസ് യുവും വിയും എന്ന് പറയുന്നത് സെറ്റ് ടു ബി ഓർത്തോഗണൽ ഇൻ ദ ഗിവൺ ഇന്റർവൽ ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ ആണെങ്കിൽ അവയുടെ ഇന്നർ പ്രൊഡക്റ്റ്, അതായത് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഇന്നർ പ്രൊഡക്റ്റ് യു വി is equal to 0. ഇന്നർ പ്രൊഡക്റ്റ് എന്തായിരുന്നു ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ഇന്റഗ്രൽ ആൽഫ ടു ബീറ്റ യു ഓഫ് എക്സ് ഇൻറ്റു വി ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മളോട് ഒരു കാര്യം കൂടിയും പറയുന്നുണ്ട്. എ സെറ്റ് ഓഫ് ഫങ്ഷൻസ് ഈസ് സെറ്റ് ടു ബി മ്യൂച്വലി ഓർത്തോഗണൽ ഇഫ് ഈച്ച് ഡിസ്റ്റിങ്ക്റ്റ് പെയർ ഓഫ് ഫങ്ഷൻസ് ഇൻ ദ സെറ്റ് ഈസ് ഓർത്തോഗണൽ എന്നാ പറയുന്നത്. ഓക്കെ, അതായത് ഒരു സെറ്റിൽ നമുക്ക് കുറേ ഫങ്ഷൻസ് ഉണ്ട്. നമ്മളൊരു സെറ്റ് എടുത്തു, ആ സെറ്റിൽ കുറേ ഫങ്ഷൻസ് ഉണ്ട്. ആ ഫങ്ഷൻസ് ഒക്കെ നമുക്ക് എഫ് ജി എച്ച് ആർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഫങ്ഷൻസ് ഉണ്ട്. ഈ ഫങ്ഷൻസ് ഒക്കെ മ്യൂച്വലി ഓർത്തോഗണൽ എന്ന് പറയണമെങ്കിൽ ഏതൊരു ഡിസ്റ്റിങ്ക്റ്റ് പെയർ ഓഫ് ഫങ്ഷൻസ് എടുത്തു കഴിഞ്ഞാലും, ഈ സെറ്റിൽ നമ്മൾ ഏത് രണ്ട് പെയർ ഓഫ് ഫങ്ഷൻസ് എടുത്തു കഴിഞ്ഞാലും എങ്ങനെയായിരിക്കണം? ഡിസ്റ്റിങ്ക്റ്റ് പെയർ ആയിരിക്കണം. സെയിം പെയർ അല്ല, ഡിസ്റ്റിങ്ക്റ്റ് പെയർ ഓഫ് ഫങ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ അവ തമ്മിൽ എന്തായിരിക്കണം? ഓർത്തോഗണൽ ആയിരിക്കണം. അതായത് ഇപ്പം ഞാൻ ഇതിൽ ഡിസ്റ്റിങ്ക്റ്റ് പെയർ എടുക്കുകയാണെങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് എഫ് കോമ ജി എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയിരിക്കണം. ഇന്നർ പ്രൊഡക്റ്റ് എഫ് കോമ എച്ച് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കണം. ഇപ്പം ഞാൻ ജിയും ആറും എടുക്കണമെങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് ജി കോമ ആർ എന്ന് എടുത്തു കഴിഞ്ഞാൽ അത് 0 ആയിരിക്കണം. അങ്ങനെ ഓരോന്നിൻ്റെയും ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അങ്ങനെയുള്ള ഫങ്ഷൻസിന്, അങ്ങനെയുള്ള ആ സെറ്റ് ഓഫ് ഫങ്ഷൻസിനെയാണ് നമ്മൾ പറയുക മ്യൂച്വലി ഓർത്തോഗണൽ എന്ന് പറയുക. ഓക്കെ, ഇപ്പം ഇത്രയും കാര്യങ്ങളായിരുന്നു. എ സെറ്റ് ഓഫ് ഫങ്ഷൻ is said to be mutually orthogonal if each distinct pair of functions in the set are orthogonal. ആ ഫങ്ഷൻസ് ഓർത്തോഗണൽ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളോടൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, ഡിഫൈൻ മ്യൂച്വലി ഓർത്തോഗണൽ വെക്റ്റർ ഫങ്ഷൻസ് എന്നും ആൻഡ് ഗിവ് എക്സാമ്പിൾ ഫോർ ദാറ്റ് ഫങ്ഷൻസ് എന്ന് കൂടി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത് എക്സാമ്പിൾ കൂടി നമുക്ക് എഴുതി കൊടുക്കണം അല്ലേ. ഇപ്പോൾ മ്യൂച്വലി ഓർത്തോഗണൽ ആയിട്ടുള്ള സെറ്റ് ഓഫ് ഫങ്ഷൻസിന് എക്സാമ്പിളാണ് നമ്മൾ പറയുന്നത് ദ ഫങ്ഷൻസ് സൈൻ എം പൈ എക്സ് ഡിവൈഡഡ് by L and cos m pi x divided by L where m varies 1 to etc to n form a mutually orthogonal set of functions on the interval minus L less than or equal to x less than or equal to L എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പറയേണ്ടത്. എന്താണ് മ്യൂച്വലി ഓർത്തോഗണൽ എന്ന് ചോദിച്ചു കഴിഞ്ഞുള്ള ഡെഫിനിഷൻ ആയിരുന്നു ഞാൻ പറഞ്ഞ ഈ ഒരു ഡെഫിനിഷൻ. മ്യൂച്വലി ഓർത്തോഗണൽ ആയിട്ടുള്ള സെറ്റ് ഓഫ് ഫംഗ്ഷൻസിന് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് എന്താണ്? ദ ഫംഗ്ഷൻ സൈൻ എം പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ ആൻഡ് കോസ് എം പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ എം എസ് വേരീസ് ഫ്രം 1 to etc. up to form a mutually orthogonal set of functions on the interval minus l less than or equal to x less than or equal to l എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇവിടെ എന്താണ് ഇപ്പോൾ ഈ സൈൻ എം പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ എന്ന് പറയുന്നത്? അതായത് സൈൻ പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ, കോസ് പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ, കോസ് 2 പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ, സൈൻ 2x ബൈ എൽ, അങ്ങനെയുള്ള ഓരോ കളക്ഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് പിന്നെ നമ്മൾ ഓരോ വാല്യൂ ഇങ്ങനെ കൊടുത്തിട്ടുള്ള ആ ഒരു സെറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മ്യൂച്വലി ഓർത്തോഗണൽ ഫങ്ഷൻസിൻ്റെ ഒരു സെറ്റായിരിക്കും. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ഇവിടെ വരുന്ന കാര്യങ്ങളാണ് ഓർത്തോഗണാലിറ്റി റിലേഷൻസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദ ഓർത്തോഗണാലിറ്റി റിലേഷൻസ് എന്ന് മാത്രം ചോദിക്കാം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻ തന്നിട്ട് അത് പ്രൂവ് ചെയ്യാനും ചോദിക്കാവുന്ന തരത്തിലുള്ള എക്സാമ്പിൾസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അതായത് ഓർത്തോഗണാലിറ്റി റിലേഷൻസ് എന്നാണ് ഇനി അങ്ങോട്ടുള്ളതിനൊക്കെ പറയാം. സോ അത് ചിലപ്പോൾ ഇങ്ങനെ പറയാം, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദ ഓർത്തോഗണാലിറ്റി റിലേഷൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് നമ്മളോട് പ്രൂവ് ചെയ്യാനും പറയാം. സോ ഈ റിലേഷൻ പറയുന്നത് ഇന്റഗ്രൽ -l to l cos m pi x divided by l cos n pi x divided by l into dx is equal to 0 if m not is equal to n and l if m is equal to n എന്ന് പറയുന്നത്. ഓക്കെ, എന്താ പറഞ്ഞത്? എമ്മും എന്നും ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ, എമ്മും എൻ എന്ന് പറയുന്നത് ഇപ്പോൾ എം ഇസ് ഈക്വൽ ടു ഞാൻ 1 n ഇസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് എം നോട്ട് ഇസ് ഈക്വൽ ടു n ആണ് അല്ലേ? ഇങ്ങനെയുള്ള കേസിൽ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0യും അതേമാതിരി 2 ഈസ് ഈക്വൽ ടു 2, എമ്മും എന്നൊക്കെ 2 തന്നെ എടുത്തു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? എല്ലായിട്ട് മാറും എന്നാണ് നമുക്കിവിടെ എന്ത് ചെയ്യാനുള്ളത്? പ്രൂവ് ചെയ്ത് കാണിക്കാനുള്ളത്. ഓക്കെ, നമ്മളിവിടെ എന്ത് ചെയ്യാണ്? LHS എടുത്ത് മുന്നോട്ട് പോവാണ്. സോ ഇന്റഗ്രൽ -l to l cos m pi x divided by l into cos n pi x divided by l dx എന്ന് പറഞ്ഞു അല്ലേ? അപ്പം നമുക്ക് cos a into cos b എന്ന് പറയുന്ന ഫോമിലാണ്. സോ നമുക്കിത് ഡയറക്റ്റ്ലി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ നമ്മൾ ട്രിഗണോമെട്രിക് റിസൾട്ട് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുന്നു. നമുക്കറിയുന്ന റിസൾട്ടാണ് cos a into cos b which is equal to 1/2 into cos a plus b plus cos a minus b എന്ന് പറയുന്ന ഫോർമുല. ഓക്കെ, എന്താണ്? cos a into cos b is equal to 1/2 into cos a plus b plus cos a minus b എന്ന് പറയുന്നത്. ഓക്കെ, ആ റിലേഷൻ വെച്ചിട്ട് നമ്മൾ എന്തിനെ എഴുതുക? cos m pi x divided by l into cos n pi x divided by l എന്ന് എഴുതുക. വേർ a എന്ന് പറയുന്നത് m pi x divided by l ആൻഡ് b എന്ന് പറയുന്നത് n pi x divided by l. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഫോമിലായിരിക്കും നമുക്ക് വരും. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? 1/2 കോമൺ ആണ്. സോ 1/2 പുറത്തേക്ക് എടുക്കുക. സോ ഇന്റഗ്രൽ ഓഫ് ദിസ് ഫംഗ്ഷൻ ദെൻ ഇന്റഗ്രൽ ഓഫ് ദിസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലേ? ഇന്റഗ്രൽ cos x dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ അറിയാം? ഇന്റഗ്രൽ cos x dx is equal to sin x എന്ന് അറിയാം. സോ കോസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് വരും? sin m മൈനസ് n പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ എന്ന് വരും. ദെൻ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ m മൈനസ് n പൈ ഡിവൈഡഡ് ബൈ എൽ എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ എന്ന് വരും. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് സോൾവ് ചെയ്യുന്ന കേസിലാണ്. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് കുറേ സോൾവ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. സോ അങ്ങനെ സിമിലർലി നമ്മൾ ഇതിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഫോമിൽ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്താ വേണ്ടത്? അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കണം. സോ നമുക്ക് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുമ്പോൾ ആദ്യം നമുക്ക് എന്താ വരിക? എക്സിന് പകരം എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് വരും. ഇവിടെയും എക്സിന് പകരം എൽ വരും. ഓക്കെ, നെക്സ്റ്റ് കേസിൽ നമുക്ക് എന്ത് വരും? എക്സിന് പകരം രണ്ട് ടേംസിലും -l എന്ന് പറയുന്നത് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിത് എന്താ വരുന്നത്? sin n പൈ എന്ന് പറയുന്ന ഫോമിലാണ് നമുക്ക് വരുന്നത് അല്ലേ? അതായത്
ഒരു മിനിറ്റ്. നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്ത് എഴുതും. ഇപ്പോൾ ഇവിടെ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ എല്ലും ഇവിടെ എല്ലും വരും അല്ലേ. അപ്പോൾ ഈ താഴത്തെ എല്ലും ഈ എല്ലും കൂടിയൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും. മുകളിൽ നമുക്ക് എന്ത് പറയും, സൈൻ എം മൈനസ് എൻ ഇൻറ്റു പൈ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം സൈൻ എൻ പൈ ഈസ് ഈക്വൽ ടു 0 ആണ്. സൈൻ എൻ പൈ എന്ന് പറയുമ്പോൾ സൈൻ പൈ ആവാം, സൈൻ 2 പൈ ആവാം, സൈൻ 3 പൈ ആവാം, എന്തും ആവാം. സോ ഇവിടെ നമുക്കിത് എന്ത് ഫോമിൽ വന്നു, എം മൈനസ് എൻ പൈ എന്ന് വന്നു. സോ നമുക്ക് അത് വേണ്ടു എന്ന് പറയുന്നത് ഒരു ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് പൈ എന്ന് പറയുന്ന ഫോമുല. സോ ഈ ഒരു ടേം 0 ആയിട്ട് മാറും, ഈ ഒരു ടേമും 0 ആയിട്ട് മാറും. ഇനി നമുക്ക് മൈനസ് എൽ കൊടുക്കുമ്പോൾ ഇവിടെ എന്ന് പറയുന്നത് എല്ലിന് പകരം നമുക്ക് എന്താ ഉള്ളത്, മൈനസ് എൽ എന്ന് പറയുന്ന ഫോമിലാണ് നമുക്കത് ഉള്ളത്. സോ നമുക്കതും എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് വരാം, 0 ആയിട്ട് വരും. സോ മൊത്തത്തിലുള്ള ടേംസ് എന്ന് പറയുന്നത് 0 ആയിട്ട് നമുക്ക് മാറും. ഓക്കെ, ഇത് നമ്മൾ ഏത് കേസിലാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എം നോട്ട് ഇസ് ഈക്വൽ ടു എൻ ആവുന്ന കേസിൽ അല്ലേ. എം നോട്ട് ഇസ് ഈക്വൽ ടു എൻ ആവുന്ന കേസിലാണ് നമുക്ക് എന്ത് വരുള്ളൂ, ഈ രണ്ട് ടേംസ് എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വരുള്ളൂ അല്ലേ. ഇനി അടുത്ത കേസ്, അപ്പം നമ്മൾ ഒരു പാർട്ട് എന്ന് പറയുന്നത് പ്രൂവ് ചെയ്തു 0 ഇഫ് എം നോട്ട് ഇസ് ഈക്വൽ ടു എൻ എന്ന് പറയുന്ന കേസിൽ. ഇനി നെക്സ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എമ്മും എന്നും ഈക്വൽ ആകുമ്പോൾ, എമ്മും എന്നും ഈക്വൽ ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടുത്തെ എന്നിന് പകരം എം തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, കോസ് എം പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു കോസ് എം പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ ഡി എക്സ് എന്ന് നമുക്ക് വരും അല്ലേ. അപ്പോൾ അതിന് എന്ത് ചെയ്യാം, രണ്ട് ആംഗിളും സെയിം അല്ലേ. സോ നമുക്ക് എന്ത് വരും, കോസ് സ്ക്വയർ എം പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ ഡി എക്സ് എന്ന് വരും. സോ അതാണ് നമുക്കിവിടെ പറയുന്നത്, ഇഫ് എൻ ഇസ് ഈക്വൽ ടു എം ആകുമ്പോൾ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് എങ്ങനെ ബിക്കം ചെയ്യും, ഇൻ്റഗ്രൽ മൈനസ് എൽ ടു എൽ കോസ് സ്ക്വയർ എം പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു ഡി എക്സ് എന്ന് വരും അല്ലേ. ഇനി നമുക്ക് ഇവിടെ ഡയറക്റ്റ്ലി നമുക്ക് കോസ് സ്ക്വയർ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അറിയില്ല. നമ്മൾ ട്രിഗണോമെട്രിക് റിസൾട്ട് അപ്ലൈ ചെയ്യാണ്. ഏത് ട്രിഗണോമെട്രിക് റിസൾട്ട് അപ്ലൈ ചെയ്യുന്നത്, കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 1 പ്ലസ് കോസ് 2x എന്ന് പറഞ്ഞിട്ട് നമ്മളിതിനെ മാറ്റി എഴുതാം. അപ്പോൾ നമ്മുടെ ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു, എം പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ അല്ലേ. അപ്പോൾ എക്സിന് പകരം നമുക്ക് ഇവിടെ എന്താണ്ടായിരുന്നു, എം പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ ആയിരുന്നു. സോ നമ്മൾ അത് എന്ന് പറയുന്നത് ഇതിൽ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് എഴുതുമ്പോൾ നമുക്ക് ഈ ഒരു ഫോം വരും, 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് എൽ ടു എൽ 1 പ്ലസ് കോസ് 2 എം പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ എന്ന് പറയുന്ന ഫോമിൽ നമുക്ക് വരും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. 1/2 കോൺസ്റ്റൻ്റ് ആണ്, പുറത്ത് തന്നെ നിർത്തി. സോ ഇൻ്റഗ്രൽ മൈനസ് എൽ ടു എൽ 1 പ്ലസ് കോസ് 2 എം പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ എന്ന് പറയും. 1നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് എന്ന് വരും, കോസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈന്, ദെൻ ആ ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിവൈഡഡ് ബൈ ഒരു 2π ബൈ എൽ എന്ന് വരും. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൂടി കൊടുക്കുക. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുമ്പോൾ ഓക്കെ, അപ്പോൾ എല്ലിന് പകരം അതായത് ഫസ്റ്റ് നമ്മൾ എന്ത് വരും, 1/2 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എൽ എന്ത് വരും, എൽ ഇൻറ്റു സൈനിൻ്റെ ടേം മൈനസ് നമുക്ക് എന്ത് വരും, ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ മൈനസ് എൽ വരും, പ്ലസ് സൈനിൻ്റെ ടേം എന്ന് വരും. ഓക്കെ, ഈ സൈനിൻ്റെ ഇവിടെ ഈ എക്സിനാണ് നമ്മൾ എല്ല് കൊടുക്കുക, എല്ലും പോയിട്ട് സൈൻ 2 എം പൈ എന്ന് പറയാം. അപ്പോൾ സൈൻ എൻ പൈ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 0 ആണ്. സോ നമുക്ക് ആ സൈനിൻ്റെ ടേംസ് ഒക്കെ എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. സോ നമുക്ക് ഇങ്ങനെ വരും, 1/2 ഇൻറ്റു ബ്രാക്കറ്റിൽ എൽ മൈനസ് മൈനസ് എന്ന് പറയുന്നത് പ്ലസ് എൽ എന്ന് വരും. സോ വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 2l എന്ന് വരും. 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോയിട്ട് എൽ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അത്രയാണ് നമുക്കിവിടെ ഉണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ മൈനസ് എൽ ടു എൽ ദിസ് ടേം ഇസ് ഈക്വൽ ടു 0 എന്ന് കാണിക്കണം ഫോർ ആൾ വാല്യൂസ് ഓഫ് എം കോമ എൻ എന്ന് പറഞ്ഞു. ഏത് വാല്യൂസ് ഓഫ് എം കോമ എൻ എന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടീസ് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് പ്രോപ്പർട്ടി, ഇപ്പോൾ മുകളിൽ പറഞ്ഞ ആ പ്രോപ്പർട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റും അറിയണം. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഞാൻ സ്ക്വയർ ബ്രാക്കറ്റിലിട്ട ആ ഒരു സംഭവം ഇതെന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യണം, ഓൾറെഡി വാല്യൂസ് കാണാതെ അറിയണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല സ്റ്റേറ്റ്മെൻറ്റ് തന്ന് പ്രൂവ് ചെയ്യാൻ പറയുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. ഇപ്പോൾ അല്ലാത്ത കേസിലും നിങ്ങൾ കാണാതെ പഠിച്ചേക്കണം. ഓക്കെ, ഇവിടെയും ഇതേമാതിരി തന്നെയാണ്. കോസ് എ ഇൻറ്റു സൈൻ എ എന്ന് പറയുന്ന ഫോമിലാണ്. സോ അത് നമുക്ക് ഡയറക്റ്റ്ലി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ കോസ് എ സൈൻ ബി എന്ന് പറയുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, ഒരു മിനിറ്റ്, ഓക്കെ, കോസ് എ ഇൻറ്റു സൈൻ ബി ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു സൈൻ എ പ്ലസ് ബി മൈനസ് സൈൻ
എ മൈനസ് ബി എന്ന് പറയുന്ന ഫോമുല. ഓക്കെ, അപ്പോൾ ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് നമ്മളിവിടെ എയും ബി എന്താണ്, എം പൈ ഡിവൈഡഡ് ബൈ എൽ, എം പൈ എക്സ് ഡിവൈഡഡ് ബൈ എല്ലും എൻ പൈ എക്സ് ഡിവൈഡഡ് ബൈ എല്ലും അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മളിതിനെ അറേഞ്ച് ചെയ്ത് എഴുതാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോമുല കിട്ടും. പിന്നെ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യാനൊന്നും ഇവിടെ ഒരു പ്രശ്നമില്ല, എളുപ്പമായിട്ടായിരിക്കും വരിക. ദെൻ നമുക്ക് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും കൊടുത്ത് എഴുതാം. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്ത് എഴുതി വന്നതിന് ശേഷം ഇപ്പോൾ ഇവിടെ നമുക്ക് വരിക ഒരു എല്ല് കൊടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ വരും. മൈനസ് പിന്നെ നമുക്ക് എന്താ പറയുക, പിന്നെ ലിമിറ്റ് കൊടുക്കുമ്പോൾ മൈനസ് എൽ എന്നായിട്ടും ഇവിടെ വരിക. സോ മൈനസ് എൽ എന്ന് പറയുന്ന രണ്ട് ടേംസ് ഉണ്ടായിരിക്കും. അപ്പോൾ കോസ് മൈനസ് തീറ്റ ഈക്വൽ ടു നമുക്ക് കോസ് തീറ്റ എന്നാണ് അറിയാം. അപ്പോൾ നമുക്ക് ഇതൊക്കെ എന്തായിട്ട് വരും, ആ ഒരു അതേ മീൻസ് എന്താ പറയുക കോസ് തീറ്റ എന്ന് പറയുന്ന ഫോമിൽ വരും. സോ നമുക്ക് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ടേംസ് എന്ന് പറയുന്നത് ആൾട്ടർനേറ്റീവായിട്ട് എന്തായാലും അതിൻ്റെ ഉള്ളിലെ ബ്രാക്കറ്റിലുള്ള ടേംസ് എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്ത് എഴുതി നോക്കുക. അങ്ങനെ എഴുതി നോക്കുമ്പോൾ നമുക്കത് ക്യാൻസൽ ചെയ്ത് പോകും. അത് ഈസ് ഈക്വൽ ടു 0 ആയിട്ട് വരും എന്നാണ് നമ്മളോട് പറഞ്ഞത്. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞത് എപ്പോഴത്തെ കേസാണ്, എം നോട്ട് ഇസ് ഈക്വൽ ടു എൻ ആവുന്ന കേസാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ എം ഇസ് ഈക്വൽ ടു എൻ ആവുന്ന കേസിൽ എന്തായിട്ട് മാറും, എമ്മും എന്നും ഈക്വൽ ആയി കഴിഞ്ഞൊന്നുമില്ല, ഇവിടെ എന്ത് വരും, എം എന്നായിട്ട് നമ്മൾ മാറും. സോ നമുക്ക് എന്ത് വരും അവിടെ, കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ന് പറയുന്ന ഫോമിൽ വരും അല്ലേ. അതായത് ഇപ്പോൾ ഇത് രണ്ടിൻ്റെ ആംഗിൾ സെയിം ആയിട്ട് വരും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് വരും, കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ്, രണ്ട് ആംഗിളും സെയിം ആയിട്ട് വരുന്ന രീതിയിൽ വരും. അപ്പം ഇനിയിപ്പോൾ ഇതിനുള്ള ഒരു റിസൾട്ട് നമുക്ക് പഠിക്കണം. സോ ആ റിസൾട്ട് എന്ന് പറയുന്നതാണ് നമുക്കറിയുന്നതാണ് ഒരു ട്രിഗണോമെട്രിക് റിസൾട്ട്. സൈൻ 2 തീറ്റ ഈസ് ഈക്വൽ ടു 2 സൈൻ തീറ്റ കോസ് തീറ്റ. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ വാല്യൂ. സൈൻ 2 തീറ്റ ഈക്വൽ ടു 2 കോസ് തീറ്റ സൈൻ തീറ്റ, 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, സൈൻ എക്സ് കോസ് എക്സ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് ഇതിൽ നിന്ന് എന്ത് പറയാൻ പറ്റും, സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ 2 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, എന്താ പറയാൻ പറ്റുക, സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ 2 എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ നമ്മൾ എന്ത് ചെയ്യുക, ഈ കോസ് എക്സ് സൈൻ എക്സ് എന്നുള്ളതിന് പകരം നമുക്ക് എന്താ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, 2 സൈൻ, നമുക്ക് ഇതിന് പകരം കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കുക, സൈൻ 2x ഡിവൈഡഡ് ബൈ 2 എന്ന് കൊടുക്കാം. ഇവിടെ എക്സ് എന്ന് പറയുന്നത് എം പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ, അതായത് ഇവിടുത്തെ എക്സിന് പകരം ഇത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. സോ അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് 1/2 ഇൻ്റഗ്രൽ മൈനസ് എൽ ടു എൽ സൈൻ 2m പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ എന്ന് വരും. ഇനി നമ്മൾ ഇൻ്റഗ്രൽ സൈൻ എക്സ് എന്ന് ചെയ്യുമ്പോൾ മൈനസ് കോസ് എക്സ്, ദെൻ ആ ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഡിവൈഡ് ചെയ്യുക. നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്കത് വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിട്ട് വരും, 0 ആയിട്ട് വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നതായിരുന്നു ഇൻ്റഗ്രൽ മൈനസ് എൽ ടു എൽ സൈൻ എം പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ. ഇപ്പോൾ ഇതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട റിസൾട്ട് എന്ന് പറയുന്നത് സൈൻ എ ഇൻറ്റു സൈൻ ബി എന്നുള്ളതാണ്, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും, 1/2 കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി എന്ന് നമുക്ക് വരും, രണ്ട് വാല്യൂസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിസൾട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്ത് എഴുതുക. അപ്പോൾ അറേഞ്ച് ചെയ്ത് എഴുതുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഫോമിലോട്ട് വരും. അതിനുശേഷം നമ്മൾ അതിനെ എന്ത് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുക. ഇവിടെ നമ്മൾ സൈൻ എൻ പൈ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന റിസൾട്ട് അപ്ലൈ ചെയ്യണം. അതായത് സൈൻ എം മൈനസ് എൻ പൈ എന്ന് പറയുന്ന ഒരു ഫോമിൽ വരും ഉണ്ടായിരിക്കും. അപ്പോൾ ആ ടേംസ് ഒക്കെ 0 ആയിട്ട് മാറും. സോ അങ്ങനെ അതെന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. അപ്പോൾ നിങ്ങളൊന്നും ചെയ്ത് നോക്കാം. നെക്സ്റ്റ് എല്ലാതും സെയിം പ്രൊസീജിയറാണ് എല്ലാത്തിലും. ഈ എം എസ് ഈക്വൽ ടു എൻ ആവുന്ന കേസിൽ നമുക്കിത് എന്തായിട്ട് മാറും, ഇവിടെയും എം ആയിട്ട് മാറും. സോ സൈൻ എം പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു സൈൻ എം പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ എന്ന് പറയുന്ന ഫോമിൽ നമുക്ക് വരും. സോ അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക, സൈൻ സ്ക്വയർ എം പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ എന്ന് പറയുന്നത്. സൈൻ സ്ക്വയറിനെ നമുക്ക് ഡയറക്റ്റ്ലി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയില്ല. സോ സൈൻ സ്ക്വയറിന് നമ്മൾ എന്ത് ചെയ്യുക, ട്രിഗ്നോമെട്രിക് റിസൾട്ട് യൂസ് ചെയ്തിട്ട് മാറ്റി എഴുതുക. സോ സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ്
cos 2 തീറ്റ ഡിവൈഡഡ് ബൈ 2 എന്ന് പറയാം. എന്നിട്ട് ആ റിസൾട്ട് യൂസ് ചെയ്തിട്ട് ഇതിനെ മാറ്റി എഴുതാം. ഇത് നമ്മൾ എന്ത് ചെയ്യാം, ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ സുഖമാണ്. സൈനിൻ്റെയും കോസിൻ്റെയും ടേംസ് തന്നെയുള്ളൂ. ആ ഒരു ആംഗിൾ കണ്ടിട്ട് ആരും പേടിച്ചു പോകരുത്. സിമ്പിളാണ്. അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ് കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, എൽ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പറഞ്ഞത്. അതിൽ വേറെ ഒരു കാര്യമില്ല. നമുക്ക് എന്തുള്ളൂ, സൈൻ എ കോസ് ബി അതിൻ്റെ വാല്യൂസ്, സൈൻ സ്ക്വയർ തീറ്റേൻ്റെ വാല്യൂ എന്താ വാല്യൂ എന്ന് അറിയണം, കോസ് സ്ക്വയർ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കണം, കോസ് എ സൈൻ എൻ്റെ വാല്യൂ, സൈൻ എ സൈൻ ബിൻ്റെ വാല്യൂ. അതെന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സംഭവങ്ങൾ നമുക്ക് ഓരോ കേസിലും എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഇൻ്റഗ്രേഷൻ ആണ്. ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് സൈൻ ഫംഗ്ഷൻ്റെയും കൊസൈൻ ഫംഗ്ഷൻ്റെയും സെയിം ഇൻ്റഗ്രേഷൻ ആണ്. അത് വളരെ എളുപ്പമാണ്. പിന്നെ അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് എം പൈ ഡിവൈഡഡ് ബൈ എൽ. അപ്പോൾ അതൊന്ന് ഡിവൈഡഡ് ബൈ എന്ന് വരുന്നത് മാത്രമേ ഉള്ളൂ. അതിലൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതണമെന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ എളുപ്പമാണ്. സോ ഇത് എന്തായാലും പഠിക്കുക. നല്ല ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ നല്ല സാധ്യത ഉണ്ട്. ഇത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ കൂടി കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. സോ ഇത് തറവലി പഠിക്കും.